ഞാനിപ്പം സന്തോഷേട്ടൻ്റെ ചായക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാരപ്പറമ്പുള്ള സന്തോഷേട്ടൻ്റെ ചായക്കട. അതാ ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക. അവിടുത്തെ ചായയും മറ്റു പലഹാരങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാം. വളരെ ആദായകരമായിട്ട്, വളരെ സന്തോഷകരമായിട്ട്, വളരെ എത്ര ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിലാണ് ഇതുള്ളത്. കാരപ്പറമ്പ് മിനി ബൈപ്പാസ്. സന്തോഷേട്ടനോട് ചായ ഉണ്ട്, കഞ്ഞിണ്ട്, പിന്നെ പൂള അല്ലേ? കഞ്ഞി, കപ്പ, പൂള, പുഴുക്ക്, എണ്ണക്കടി, നാടൻ മോര്, നാടൻ തൈര്, നാടൻ പാല്, നാടൻ പാലും ഉണ്ട്. നാടൻ പാലുണ്ട്. ആവശ്യാർത്ഥം വീടുകളിൽ എത്തിച്ചു കൊടുക്കും. എത്ര വർഷമായി ഇപ്പോൾ അവിടെ? 5 വർഷം. 5 വർഷമായി അല്ലേ? ആ, അപ്പോൾ ഒരു ചായ അടിക്കല്ലേ? ഒരു ചായ അടിക്കല്ലേ? നാടൻ മുട്ട പുഴുങ്ങിയുണ്ട് അല്ലേ? നല്ല കാന്താരിട്ട് പുഴുങ്ങിയ കുരുമുളകും പിന്നെ എന്താ പെപ്പർ മുട്ടയാ, ഉഴുന്നുവട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പഴം പുഴുങ്ങിയുണ്ട് അല്ലേ? വെറൈറ്റി ആണല്ലോ. വെറൈറ്റി ആണല്ലോ അല്ലേ? ഒരു ചായ അടിക്കുക ആദ്യം. നിൽക്കണ്ട, 2 മതി. ഈ ചായക്കടയിൽ ലൊക്കേഷൻ വരുന്നത് ചായക്കടയിൽ ലൊക്കേഷൻ വരുന്നത് എവിടെയാണിത്? ഈ ചായക്കടയിൽ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാരപ്പറമ്പിൽ നിന്ന് മൈത്ര ഹോസ്പിറ്റൽ റോഡ്, ബൈപ്പാസ്, മിനി ബൈപ്പാസ് റോഡിൽ ഒരു കാരപ്പറമ്പ് ജംഗ്ഷൻ ഒരു 400 മീറ്റർ മുന്നോട്ട് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം സന്തോഷേട്ടൻ്റെ ചായക്കട. ഇവിടെ രാവിലെയാണ് ഇതിൻ്റെ ഫുഡും എല്ലാ കാര്യങ്ങളും രാവിലെയാണ് നേരത്തെ ഉണ്ടാകും. കഞ്ഞി, പൂള, കറികളൊക്കെ ഉണ്ടാവും. ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങും. ഉച്ച സമയം കൊണ്ട് സാധനങ്ങളെല്ലാം കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം പലഹാരങ്ങളും റെഡിയാവുന്നതാണ് പറയുന്നത് സന്തോഷേട്ടൻ. അപ്പോൾ ചായ സന്തോഷേട്ടൻ്റെ കൈകൊണ്ട് നല്ലൊരു ചായ. വിജീഷ് സന്തോഷേട്ടൻ അടിപൊളി ചായ അല്ലേ? അപ്പോൾ കഞ്ഞി കഴിഞ്ഞില്ലേ? കഞ്ഞിൻ്റെ ടൈം കഴിഞ്ഞില്ലേ? 2 മണിക്കൂർ കൊണ്ട് തീരും. 2 മണിക്കൂർ കൊണ്ട് തീരും. എത്ര കഞ്ഞി ഒരു ദിവസം കൊടുക്കൂ? 50 കൊടുക്കൂ അല്ലേ? ഒരു കഞ്ഞി എന്ത് പൈസ വരുന്നത്? 100 20 ഉറുപ്പ്യ ഒരു കഞ്ഞിക്ക്. വളരെ കുറവ് പൈസ. പയറ് ചമ്മന്തി ഫ്രീ. പിന്നെ മുട്ട വാങ്ങുകയാണെങ്കിൽ മുട്ടയ്ക്ക് 10 ഉറുപ്പ്യ. നിലവാരനുസരിച്ചില്ല അല്ലേ? അപ്പോൾ ഇത് ഇവിടെ വിജീഷാണ്. മൂപ്പർ എന്താ പറയുന്നത്? ചായ കഞ്ഞി എങ്ങനെ ഉണ്ടാട്ടാ? നല്ല അടിപൊളി ചായയാണ്. ഞാനിപ്പോൾ ഒരു 5 കൊല്ലമായി ഇവിടുന്ന് ചായ കുടിക്കുന്നത്. നല്ല എന്താണ്, രാവിലെ ഒരു 3 മണിക്ക് തുടങ്ങും ഒക്കെ ഉണ്ടാക്കാനൊക്കെ. കഞ്ഞിയൊക്കെ ആയിട്ട് കോഴിപ്പാട് പൊരിച്ചത് എല്ലാ സാധനവും. പിന്നെ വളരെ വില കുറവാണ്. നമ്മളെ ഈ ഇവിടെ കാരപ്പറമ്പുള്ള ഓട്ടോ ഡ്രൈവർ മുഴുവൻ ഇവിടേക്കാണ് വരിക. ഇവിടേക്കാണ് വരിക. അതായത് വളരെ തുച്ഛമായ പൈസയുള്ളൂ, കൂടുതലില്ല, കുറഞ്ഞ പൈസ. ഭക്ഷണം കഴിച്ചു വീട്ടിൽ നിന്ന് ഉണ്ടാക്കണതാണ്. വില കുറവാണ്, നല്ല വില കുറവാണ്, നല്ല ഫുഡാണ്. ഒരു 10, 11, 12 ആകുമ്പോഴത്തേനും എല്ലാം കഴിയും. ഒരു കഞ്ഞിക്ക് 20 ഉറുപ്പ്യ വരുന്നുള്ളൂ. 20 ഉറുപ്പ്യ. അതിൽ നല്ല പമ്പയർ ഉപ്പേരി ഉണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരക്കാണ്. നല്ലൊരു അടിപൊളി ഒരു കച്ചവടമാണ്. ഓക്കെ. പിന്നെ മൂപ്പര് സാമൂഹിക സേവകനും കൂടിയാണ്. മൂപ്പര് ഇതിന് കഴിഞ്ഞ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ അടുത്ത കനവൽ കനാലിലെ 6 മരണ സമയത്ത് മൂപ്പര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൂപ്പര് കുറേ ആളുകളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരെല്ലാം കൂടെ പേടി ആളുകളെ രക്ഷപ്പെടുത്തിയൊക്കെ ഇവിടെയുള്ള ആളുകളാണ് ഓട്ടോക്കാരെല്ലാം കൂടിയായിരുന്നു ആണല്ലേ? അപ്പോൾ നല്ലൊരു കാര്യം ഉണ്ടായി. പ്രവർത്തനമൊക്കെ മൂപ്പര് നടത്തുന്നുണ്ട്.